നമസ്കാരം. എൻ്റെ പേര് വൈദ്യർ സെൽവരാജ് മൂപ്പനാർ. ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ ഒരു കുറ്റമൂല്യമായിട്ടാണ് അടുത്ത. ഇന്ന് നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ കറുത്ത പാടെന്നൊക്കെയാണ് മരുന്ന്. കറുത്ത പാടെന്ന് പറഞ്ഞാൽ ഈ അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ട് വരുന്ന പാട്, അല്ലാതെ ഈ വെട്ടുകായം മാറത്തില്ല. മനസ്സിലായില്ലേ? അലർജി ചൊറിച്ചിൽ ഫംഗസ് കൊണ്ടുണ്ടാവുന്നതിന് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മരുന്നിട്ടാൽ മാറുന്നത്. അല്ലാതെ വെട്ടുകായത്തിന് മരുന്നിട്ട ഒരു കാരണവശാലും മാറത്തില്ല. അത് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. വെട്ടുകായം കണക്കുള്ള ഒരു പാടുകൾ വന്നു കഴിഞ്ഞാൽ അത് മാറത്തില്ല. കറുത്ത പാട് ഈ ഫംഗസ് കൊണ്ട് ഈ പറഞ്ഞ കണക്കിന് അലർജി ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരുമാതിരി പാട് വരുന്ന ഒരു സംവിധാനമുണ്ട്. അത് ദേഹത്തിൽ നമ്മുടെ ശരീരത്തിലൊക്കെ വരുന്ന സംവിധാനമുണ്ട്. അത് മാറുന്നതിനുള്ള ഒറ്റമൂലി മരുന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മുന്നേ നമ്മളെക്കുറിച്ച് സംസാരിക്കാം. നമ്മളെ വൈദ്യശാലയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വൈദ്യം എന്ന് പറയുന്നത് നാട്ടു ചികിത്സയാണ്. നാട്ടു ചികിത്സയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നാട്ടു ചികിത്സയുടെ എല്ലാവർക്കും ഇപ്പോൾ നാട്ടു ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ആയുർവേദമായിട്ടാണ് കാണുന്നത്. ഈ ആയുർവേദം തന്നെ അത് ഗ്രന്ഥത്തിൽ ഇരുന്ന് എടുക്കുന്നതാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒരു സംവിധാനമല്ല. അത് പണ്ടേ കാലത്ത് മഹർഷിമാർ, ഋഷിമാർ, മുനിമാർ അവരൊക്കെ ചെയ്തു വന്ന കാര്യമാണ് ഈ ആയുർവേദം. ഈ ഗ്രന്ഥത്തിലുള്ള ഈ ആയുർവേദം എന്ന് പറയുന്നത് അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെയെന്ന് പറയുന്നത് മുനിവരും സിത്തറുകളാണ്. അന്നത്തെ കാലത്ത് ഭയങ്കരമായ തപസ് ചെയ്ത് അവർ വലിയ ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. അവർ ചെയ്ത മരുന്നുകളാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ആയുർവേദ ഗ്രന്ഥത്തിൽ അവരൊക്കെ ചെയ്ത മരുന്നുകളും അതിൻ്റെ കാര്യങ്ങളാണ് ആയുർവേദ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്ത രീതിയിൽ ഇന്ന് ആർക്കും ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥ സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ വളരെ സത്യസന്ധമായിട്ട്, അന്നത്തെ കാലം എന്ന് പറയുന്നത് ആത്മീയത നിറഞ്ഞ ഒരു കാലമായിരുന്നു. ഇന്നത്തെ കണക്ക് ചതി, വഞ്ചന, ഇങ്ങനെയുള്ള രീതിയിലല്ല അന്നത്തെ ആൾക്കാർ ജീവിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കാലത്ത് ജീവിച്ചവർ പോലും എൻ്റെ അടുത്ത് പഠിപ്പിച്ചത്, ഞാൻ കുരുകുളത്താണ് പഠിച്ചിരിക്കുന്നത്. ഈ കുരുകുളത്തിൽ എൻ്റെ അടുത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? 10 ദിവസം പട്ടിണി കിടന്നാലും അന്യവൻ്റെ മുതൽ മോട്ടിക്കരുത്. അന്യവൻ്റെ വിലയിരുന്ന് ഒരു കഷ്ണം മരച്ചിനിയോ തേങ്ങയോ മാങ്ങയോ ഒന്നും എടുത്ത് കളയരുത്. അതാണ് ജീവിതം. അന്നത്തെ ആൾക്കാർ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ 10 ദിവസം പട്ടിണി കിടന്നാലും മറ്റൊരു മുതലെടുക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ചിട്ടയോടെ ജീവിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല കാണാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് അന്നത്തെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കാരണം എന്ന് വെച്ചാൽ അവർ അന്നത്തെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ളത് എൻ്റെ പ്രായത്തിന് മുകളിലോട്ടുള്ളവർ, എൻ്റെ പ്രായമുള്ളവരൊക്കെ അത് അന്നത്തെ ജീവിതം മനസ്സിലാവുള്ളൂ. അതിന് ശേഷം ഉള്ള നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരനാണ്, പണ്ടത്തെ പോലെയല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അത്രയ്ക്കുള്ള സിത്തും പിന്നെ ജ്ഞാനികളും ഒന്നും അല്ല ഈ ആയുർവേദം കൈകാര്യം ചെയ്യുന്നത്, ആ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നത്. ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ അവർ പ്രവർത്തിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഭരിക്കാൻ പോകുന്നില്ല. ആ മരുന്ന് നമുക്ക് ഫലം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്നത് ചികിത്സയെന്ന് വെച്ചാൽ
ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം, പിന്നെ ഇങ്ങനെയുള്ള ഈ നരമ്പ് സംബന്ധമായിട്ടുള്ളതും അസ്ഥി സംബന്ധമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ പിന്നെ ഈ ഈ മരങ്ങളിലിരുന്ന് വിരുന്ന് പൊട്ടി ഒടിഞ്ഞ് കൊണ്ടുവരും. അങ്ങനെയുള്ളവരെ നമ്മളാണ് രക്ഷിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ വൈദ്യം. അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും മരുന്ന്, കാരണം എല്ലാ കുടുംബക്കാരുകൾക്കും അന്നത്തെ കാലത്ത് മരുന്നുകൾ അറിയാം. മിക്കവാറുമുള്ള അസുഖങ്ങൾക്ക് വേറെ വെരിയിലൊന്നും പോകില്ല. എന്നാൽ ആശുപത്രിയൊന്നും ഇല്ലാത്ത ഉണ്ടായിരുന്നാലും മിക്കവാറുമുള്ള എൻ്റെ കാലത്ത് പോലും മിക്കവാറുമുള്ള ഒരു ആശുപത്രി പോകാതെ ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും സ്വന്തമായിട്ട് മരുന്നുകൾ അറിയാമായിരുന്നു. പഴയ കാലത്തെ ആൾക്കാർക്ക് ഒരുമാതിരിപ്പെട്ട മരുന്നുകളെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പം ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ സ്വന്തമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ ആ രോഗം അങ്ങ് മാറി കിട്ടും. പിന്നെ മെയിൻ രോഗം എന്താണെന്ന് വെച്ചാൽ അറിയാമോ? വിശപ്പാണ് പ്രധാന രോഗം. അന്ന് നല്ല രീതിയിൽ ഭക്ഷണം കിട്ടില്ല. മനസ്സിലായി? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള കിട്ടും, പക്ഷേ ഇത്തിരി പാട്. കാരണം എന്ന് വെച്ചാലേ ഉള്ളവരടുത്തുണ്ട്, ഇല്ലാത്തവരടുത്ത് കാണില്ല, അവർ വളയും. ആ രീതിയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് അന്നത്തെ ആൾക്കാരുടെ കയ്യിൽ വലിയ രോഗമൊന്നും ഇല്ലാതെ ജീവിച്ചത്. അന്ന് ഈ പറഞ്ഞാനൊക്കെ ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെ അമ്മമ്മമാർ ആരെങ്കിലും കാണും. അവർ ചെറിയ നമ്മൾ പറയുന്ന രോഗത്തിന് അതിനുള്ള മരുന്നുകൾ അപ്പോൾ തന്നെ അവർ ഉണ്ടാക്കി കഴിക്കും. അതിൻ്റെ രോഗങ്ങൾ മാറ്റും. എന്ന് പറഞ്ഞാൽ പനിയോ ജലദോഷമോ മറ്റേ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം അന്ന് സ്വന്തമായിട്ട് തന്നെ എല്ലാവരുടെ കുടുംബങ്ങളിലും അച്ഛനപ്പന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞനക്കണം അവർക്കൊക്കെ നിസ്സാര കേസുകളൊക്കെ അതൊക്കെ അവർ ചെയ്തോളും. അന്ന് കൂടിയ രോഗം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. വല്ല ഓടുവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഈ തേയ്മാനം എന്ന് പറയുന്നത് പണ്ടത്തെ മുടക്കുവാദമാണ്. ഇന്ന് തേയ്മാനമായിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത്, മുടക്കുവാദമാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അന്നുണ്ട്. ഈ ഇന്നുണ്ടാകുന്ന ഈ ആക്സിഡൻ്റ് ഈ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകണമെങ്കിൽ അന്ന് പിന്നെ ഈ പറഞ്ഞ മരങ്ങളിൽ വിழுന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ള രോഗങ്ങളാണ് ഞങ്ങൾ. അത് അങ്ങനെയുള്ള അത്യാവശ്യ രോഗങ്ങൾ മാത്രമേ ഞങ്ങൾ ചികിത്സിക്കുള്ളൂ. കാര്യമെന്ന് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നമ്മൾ മെനക്കെടാറില്ല. അതെല്ലാം അത്യാവശ്യ രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങളിൽ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇന്ന് ഞാൻ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ ഇതുപോലെ എന്ത് ഒരു സംഭവം വന്നാൽ ആദ്യം നിങ്ങൾ പിന്നെ വൈദ്യശാല നിങ്ങൾ ഈ പറഞ്ഞ അടുത്തുള്ള വൈദ്യശാലയോ ആശുപത്രിയിലോ പോയി തീർക്കുക. അതാണ് നല്ലത്. എല്ലാത്തിനും ചെറിയ പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്ത് വേണ്ട. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടാണ് ചികിത്സിക്കുന്നത്. അതൊരു പാക്കേജ് ആയിട്ടാണ് ചികിത്സിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 16 ദിവസം, ഏറ്റവും കുറഞ്ഞത് 16 ദിവസമാണ്. 16 ദിവസം, 21 ദിവസം, 41 ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി. എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് പൂർണ്ണമായി മാറ്റുന്നതെന്ന് എങ്ങനെയാണോ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ പൈസ കിട്ടുന്നതിന് വേണ്ടി അന്നത്തേക്ക് വേണ്ടി അവരുടെ പൈസ മാത്രം മതി എന്നുള്ള ചികിത്സയില്ല. പൈസ വേണം, പൈസയുടെ കാര്യമില്ലാതെ ആരും ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷേ അത് നിങ്ങൾക്ക് കൂടെ ഗുണമുണ്ടാകും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പാക്കേജായിട്ട് പിന്നെ ചെയ്യാൻ കഴിവുള്ളവർ മാത്രം നമ്മളെടുത്ത് വരിക. കാരണം എങ്കിലേ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ വന്ന ഒരു ദിവസം ഉടനെ ഒരു ദിവസത്തിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കേണ്ട. അങ്ങനെ വിശ്വസിക്കുന്നത് വെറും തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ ചിലപ്പോൾ ഒരു കെമിക്കലുകളായിരിക്കും കൊടുക്കുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്തിരി കുറവുണ്ടാവും. പിന്നെ അതിൻ്റെ പവർ തീരുമ്പോൾ വീണ്ടും അവരെ തന്നെ സമീപിക്കേണ്ടി വരും. ഇങ്ങനെ ഈ കൂട്ടുന്ന വൈദ്യരൊക്കെയാണ് ഇന്നും ഉള്ളത്. ആൾക്കാർക്ക് അതാണ് സന്തോഷം. അവിടെ ഇഷ്ടംപോലെ ആൾ കയറുന്നു പറയും. നിങ്ങളോട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഒരു പബ്ലിസിറ്റിയും വേണ്ട. പിന്നെ ഈ പറയുന്ന ഈ മത്തി സാപ്പ് ഏതെങ്കിലും കോണിലാണ് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടത്തിന് ഒരു കുറവുണ്ടോ? എന്താണ് കാര്യം? അത് കണക്കിന് ചികിത്സയായി. അത് കണക്കാണ് ചികിത്സ. കൂട്ടാനുള്ള കഴിവ് അവർക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും ഒരു ഇഷ്ടം പോലെ അഡിക്റ്റാകുന്ന കെമിക്കലുണ്ട്. അത് നിങ്ങൾക്ക് മരുന്നായിട്ട് തരയാണ്. അത് നിങ്ങൾ കഴിക്കുമ്പോൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. വീണ്ടും അവരെ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ.
ഈ കൂട്ടം സ്ഥലത്തുകളിൽ പോയി അങ്ങനെ തന്നെയാണ് മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ, മിക്കവാറും നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ഗുണവും ഉണ്ടാകുമ്പോഴല്ല അവർക്ക് ഗുണമുണ്ടാകും. ഏത് ഈ ചികിത്സിക്കുന്നവർക്ക് കൂട്ടാൻ കഴിവുള്ളവരുണ്ടല്ലോ അവർക്ക് നല്ല പൈസ കിട്ടും. അല്ലാതെ നിങ്ങളെ പൈസ അതോ പോക്കുന്നതാണ് കാര്യം. നിങ്ങൾ അസുഖം പൂർണ്ണമായും മാറുക. അസുഖം പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ ആശ്വാസം മാത്രം കിട്ടും. അതും എന്താണ്, അവരെ മരുന്ന് കഴിച്ചാൽ ആശ്വാസം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ അതുകൊണ്ട് വേറൊരു ദോഷവും ഉണ്ടാകും, വേറെ അടുത്ത ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ നേരം അങ്ങനെ ആദ്യം ഈ കൂട്ടം കണ്ട് എല്ലാവരും ചെന്ന് കയറി കൊടുക്കും. അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു വരേണ്ടിയിരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കുറയാത്തവരുണ്ടാവും. പല സ്ഥലങ്ങളിൽ ചികിത്സിച്ച് പക്ഷേ എനിക്ക് കുറവില്ല, തീർത്ത് മാറുന്നില്ല. അങ്ങനെ തീർത്ത് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കുക. എൻ്റെ പേര് സെൽവരാജ് മൂപ്പനാർ, വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. ഞാൻ ഈ വെള്ളൂർക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വൈദ്യശാല നടത്തുന്നത്. എൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വൈദ്യർ സെൽവരാജ് മൂപ്പനാർ, ശ്രീപത്ര ചികിത്സാലയം, വെള്ളൂർക്കുളം, മഞ്ച PO, നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തിൽ നിന്ന് 16 കിലോമീറ്റർ ഉള്ളൂ ഈ പറയുന്ന എൻ്റെ വീട്, എൻ്റെ ഈ വൈദ്യശാല. വന്നാൽ എന്നെ നേരിട്ട് കാണാൻ പറ്റും. എൻ്റെ വെബ്സൈറ്റ് പറഞ്ഞുതരാം. www ആയുർ ട്രഡീഷൻ. അത് എനിക്കത്ര ക്ലിയറായിട്ട് അറിയില്ല, അത് പിള്ളേർക്ക് അറിയാം. അത് ഞാൻ ഈ ടെക്നോളജി പഠിച്ചില്ല, വെബ്സൈറ്റ് പറയാനുള്ള ഇത് വന്നില്ല. എന്തായാലും പിന്നെ അതിൽ ഈ മരുന്നുകളൊന്നും ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടില്ല. വന്നാൽ മാത്രം നേരിട്ട് വരണവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തോന പൈസ മുടക്കി മരുന്നുണ്ടാക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് വിൽക്കാതെ വന്നപ്പോൾ നഷ്ടം വന്നു, അങ്ങനെ കിടക്കുകയാണ്. അത് ഒരു ഭാഗത്തങ്ങ് കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ മരുന്ന് ഉണ്ടാക്കുന്നില്ല, മരുന്ന് വിൽപ്പനയ്ക്കായിട്ട് മരുന്ന് ഉണ്ടാക്കുന്നില്ല. നേരിട്ട് വരണവർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അത് വരുന്നവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ ചികിത്സ, മരുന്നും ഈ ചികിത്സയും. ഇത് നിങ്ങൾ നേരിട്ട് വന്ന് ഈ പറയുന്ന കണക്ക് ഈ ചികിത്സ പാക്കേജായിട്ട് ചികിത്സ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം, പിന്നെ സ്ട്രോക്ക്, ഈ തലവേദന, തലയിൽ തട്ടുമുട്ട് കൊണ്ടുണ്ടാകുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്ന് തലയിലൊക്കെ എന്തെങ്കിലും കേട് പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കുറവാണ് നിങ്ങൾക്ക് അത്രയും ഉള്ള ഇതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ പൂർണ്ണമായി മാറ്റി ആ അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റാം നമ്മളെ നാട്ടു ചികിത്സയിൽ. എനിക്ക് നാട്ടു ചികിത്സ രീതിയിൽ എനിക്ക് അതിനെക്കൊണ്ട് കഴിയും. കാരണം എന്ന് വെച്ചാൽ ഇത് കൈകണ്ട കലയാണ്. കൈകണ്ട കളയെന്ന് ഈ ബുക്കിലിരുന്ന് പഠിക്കുന്നതല്ല. ഞങ്ങൾ ഗുരുകുലത്ത് പഠിച്ചതാണ് ഒന്ന്. രണ്ടാമത് ഈ ചികിത്സ എന്ന് പറയുന്നത് അനുഭവത്തിൽ പഠിക്കുന്നതാണ്. അനുഭവം പ്രധാനം. അച്ഛനപ്പന്മാർ ചെയ്യുന്നത് കണ്ടും കേട്ടും മറ്റേ എടുത്ത് അതിൽ ചെയ്ത് അങ്ങനെ ചെയ്ത് ഉള്ള അനുഭവത്തിനാണ് നമ്മൾ ഈ ചികിത്സ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ബുക്ക് ഇരുന്ന് കണ്ടിട്ട് ഒരു ചികിത്സ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ താൽക്കാല ആശ്വാസ ചികിത്സയെ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നെപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്നുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ എനിക്ക് അതിനുള്ള ലൈസൻസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കണക്കിന് എക്സ്പോർട്ട് ലൈസൻസ് വരെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ എന്തെങ്കിലും രീതിയിൽ ഒരു ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം ഞങ്ങൾ ഈ ശാസ്ത്രപ്രകാരം സത്യസന്ധമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ നല്ല വിലയും ആവും. അതനുസരിച്ച് നമ്മളെ പാടുണ്ട്. അപ്പോൾ അത് എല്ലാം ഇങ്ങനെ തോണം ഉണ്ടാക്കി നമ്മളെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് അത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് വരുന്നവർക്ക് എന്നെ വന്ന് സമീപിക്കുന്നവർക്ക് ഇപ്പം ഞാൻ ചികിത്സിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന കണക്ക് എൻ്റെ വീഡിയോ ആൾക്കാർ തോന പേര് കാണുന്നില്ല. ദയവേത് എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു ഉപകാരം ചെയ്യണം.
കുറച്ച് ഷെയറും പിന്നെ ലൈക്ക് എന്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു കൂടുതൽ അറിയില്ല. ഞാൻ ഈ വീഡിയോ വെച്ച് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു പിന്നെ വലിയ പൈസ മുടക്കിയുള്ള ഒരു ഇതില്ല. ഞാൻ സ്വന്തമായി എൻ്റെ ഒരു ഈ പറഞ്ഞ കണക്കിന് എൻ്റെ സ്വന്തം ഫോണിലിരുന്ന് ഞാൻ ചെയ്യുന്നതാണ്. വേറെ വലുതായിട്ടുള്ള ക്യാമറ വെച്ചുകൊണ്ട് എടുക്കുന്നതല്ല. അതുകൊണ്ട് വലിയ ഇതില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണാത്തത്. ദയവുചെയ്ത് നിങ്ങളെപ്പോലെ ഉള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും ഈ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞാൽ അങ്ങനെ ഇന്ന് ഈ സത്യസന്ധതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പിന്നെ ഈ പറഞ്ഞ പറ്റിപ്പിൽ ചെന്ന് പറ്റുപോകുന്നത്. അവർ പറയും, ഈ പറ്റിപ്പുകാരെന്തെങ്കിലും പറയും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റേ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കി കളയും, ഞാൻ ശരിയാക്കി കളയും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങ് പറഞ്ഞ് ഉണ്ടാക്കി ചിലരെ പറ്റിച്ച് പൈസ വാങ്ങുന്നുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ കൂട്ടം കൂട്ടിയിട്ട് പൈസ വാങ്ങും. ആ കൂട്ടം കൂട്ടിയിട്ട് പൈസ വാങ്ങുന്ന ഒരു ഭയങ്കര ബുദ്ധിശാലിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം മെനക്കെട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്, അവിടെ ചെന്ന് കാത്തിരിക്കും. പക്ഷേ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെയാണ് വ്യത്യാസം. അവിടെയാണ് നിങ്ങൾക്ക് ഒരു ഇത്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു കെമിക്കൽ സ്റ്റോറേജ് കൊടുക്കും. അത് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് പോകണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം, അപ്പോൾ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീണ്ടും ആ റിലീഫിന് വേണ്ടി വീണ്ടും അവനെ തന്നെ സമീപിക്കേണ്ടി വരും. നിങ്ങൾ അഡിക്റ്റാവും അതിന്. മദ്യസാപ്പിൽ അഡിക്റ്റായിട്ടല്ലേ അവർ ചെന്ന് ക്യൂ നിൽക്കുന്നത്. അതേ അഡിക്റ്റാണ് ഇവന്മാർ ഈ കൂട്ടം കൂട്ടിയിട്ട് പിന്നെ ഇവന്മാർ പറ്റിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിൽ ചെന്ന് വിടുന്ന കളയരുത് ദയവ് ചെയ്ത്. നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ പറയുന്ന ഈ വീഡിയോ ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ ഇതൊക്കെ ചെയ്ത ആൾ ഇതാവുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഈ പറ്റിപ്പ് സ്ഥലത്ത് എല്ലാം ചെന്ന് വിഴുന്നു പോകുന്നത് ദയവ് ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഈ പറഞ്ഞാലൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ പോയാൽ കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ല. പക്ഷേ ഇതുപോലെ പറ്റിപ്പ് വരാതെ നിങ്ങളോട് ശ്രദ്ധിക്കുക, അതാണ് നല്ലത്. എന്നെക്കൊണ്ട് പിന്നെ ഉപകാരം ചെയ്യാനേ കഴിയുള്ളൂ, ഉപദ്രവിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അതുപോലെ മാറാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വരിക, വന്ന് പിന്നെ നമ്മൾ അതിന് ചെയ്ത് മാറ്റിത്തരും. പക്ഷേ ഇതിന് നല്ല ചിലവുണ്ടാവും, അതനുസരിച്ച് ദിവസവും എടുക്കും. അല്ലാതെ വന്ന ഉടനെ ഞങ്ങൾക്ക് എടുത്ത് മരിക്കാൻ പറ്റില്ല. കാര്യം ഇത് വിധിപ്രകാരം ചെയ്യുന്ന ചികിത്സയാണ്. മറ്റവരെ പോലെ എന്തെങ്കിലും കെമിക്കൽ തന്നിട്ട് അതിന് പിന്നെ വീണ്ടും നമ്മൾ പൈസ ഉണ്ടാക്കാൻ നമുക്ക് അങ്ങനെയുള്ള ഇതില്ല. കൂട്ടം കൂട്ടി പൈസ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം എനിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് നമ്മൾ എന്തിനാണ് ജീവിക്കണം എന്നുള്ളത് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം അതെല്ലാം പഠിച്ചാലേ ഞങ്ങൾ വൈദ്യം പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നത് എന്തിനാണ്, ജീവിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരുപാട് ചരിത്രമുണ്ട്. അത് പഠിക്കണം ആദ്യം. അതൊക്കെ പഠിച്ച് വിധിപ്രകാരം പഠിച്ച് വന്നേക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ തോന്നില്ല, അങ്ങനെ നമുക്കൊരു ചിന്തയില്ല. ദൈവം ഇനി നിങ്ങളെ പോലുള്ളവർ അതിൽ ചെന്ന് വിലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ കണക്കിന് എന്നാൽ കഴിഞ്ഞത് ഒരേ ചെറിയ ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണകരമായോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ഇത് മറ്റുള്ളവർക്ക് അറിയുന്നില്ല. നാട്ടു ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ളത് അറിയാത്തവരാണ് ഇന്നെല്ലാം. പിന്നെ ഈ പറഞ്ഞ അങ്ങനെ പാരമ്പര്യ ചികിത്സ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന ആയുർവേദ ചികിത്സയുടെ പിറക്കി അങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒന്നും ഉണ്ടെങ്കിൽ പാരമ്പര്യമാണ് ചികിത്സയിലാണെങ്കിലും നാട്ടു ചികിത്സ വേറെ, ചിത്തചികിത്സ വേറെ. ചിത്തചികിത്സയും പാരമ്പര്യത്തിലുള്ളതാണ്. ചിത്തചികിത്സ ചെയ്യാൻ പാടില്ല, സാധാരണക്കാർ ചെയ്യാൻ പാടില്ല. അത് ചിത്തന്മാർക്ക് മാത്രം ചെയ്യേണ്ടതാണ് ചിത്തചികിത്സ എന്ന് പറയുന്നത്. ഗ്രന്ഥത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൻ്റെ മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അലോപ്പതി, ഈ ചിത്ത ചികിത്സയിലിരുന്നാണ് അലോപ്പതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്ത ചികിത്സ സാധാരണപ്പെട്ട നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ചെയ്യേണ്ടതല്ല.
അതുകൊണ്ട് സിത്ത മരുന്ന് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൽ ചെന്ന് വീഴുന്ന കളയരുത്. കാര്യം എന്ന് പറഞ്ഞാൽ സിത്ത ചികിത്സ അത്രയ്ക്കും സിത്തുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു ചികിത്സയാണ്. അത്രയ്ക്ക് സിത്തുള്ളവരാണെങ്കിൽ ചെയ്യട്ടെ. ഈ പറഞ്ഞ കണക്കിന് അത്രയും സിത്തും കഴിവും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രം അവർ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇന്നുള്ളവരിൽ സത്യസിദ്ധത വളരെ കുറവാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇതിൽ അവർ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഈ പറഞ്ഞ കണക്കിന് ചിത്ത വൈദ്യം, പാരമ്പര്യ വൈദ്യം, അവരും പാരമ്പര്യ വൈദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. ആയുർവേദമാണ് അങ്ങനെ. അപ്പോൾ ആയുർവേദം വേറെ, പാരമ്പര്യ വേറെ, ഈ ചിത്തശീർഷ വേറെ, ഇങ്ങനെ ഒരുപാട് ഇതായിരിക്കുകയാണ് നമ്മളെ ഈ ഭാരതത്തിൽ ഈ പറഞ്ഞ കണക്കിന് പണ്ട് പറന്ന ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട ഭാരതമായി എന്ന് പറഞ്ഞാൽ അത് ശരിയായി. പണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പറന്ന ഭാരതമെന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ എത്തിയാലും നടന്നാലും എത്തുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കരപ്പെട്ട വലിപ്പമുള്ള ഭാരതം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ട ഭാരതമായി. ഉണ്ട ഭാരതം എന്ന് വെച്ചാൽ ഇന്ന് എവിടെ നടന്നാലും ഇന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കറിയാൻ പറ്റുന്നു. അതുകൊണ്ട് ഉണ്ട ഭാരതമായി. മനസ്സിലായില്ലേ? അതുകൊണ്ട് അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് പറന്ത ഭാരതം എന്നാണ്. പറന്ത ഭാരതം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നടന്നാലും എത്തുന്നില്ല. അതുകൊണ്ട് വലിയ ഭാരതം തന്നെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാമല്ലോ, പറക്കനും പിന്നെ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഉണ്ട ഭാരതം എന്ന് പറഞ്ഞാലൊക്കെ ഇന്ന് ഒരു സെക്കൻഡിനകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അറിയാൻ പറ്റുന്നത് ഈ സോഷ്യൽ മീഡിയയും മറ്റുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അന്ന് കാലം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരുപാട് കാലമൊന്നും ഇല്ല. ഒരു 10-25 വർഷം കൊണ്ട് ഇങ്ങോട്ടാണ്. അല്ലാതെ അതിന് മുന്നേ ഒന്നും ഇതൊന്നും ഇല്ല. ഈ പറഞ്ഞ കണക്കിന് എൻ്റെ കൊച്ചിനാളിൽ എനിക്ക് 55-56 വയസ്സേ ആയുള്ളൂ. എൻ്റെ കൊച്ചിനാളിൽ ഞാൻ ചെന്ന് പിന്നെ റേഡിയോ പാർക്കിൽ വരുന്നതാണ് റേഡിയോ കേൾക്കുന്നത്. റേഡിയോ എന്ന് പറയുന്ന സാധനം പോലും ശരിക്കും റേഡിയോ പാർക്ക് പോയാലേ കിട്ടാമില്ല. നല്ല സ്വന്തമായിട്ടൊരു റേഡിയോ പോലും വാങ്ങാൻ പറ്റില്ലാത്ത കാലങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10-25 ഒരു 30 വർഷത്തിനകത്ത് ഉള്ള ഒരു മാറ്റമാണ് ഇന്ന് ടെക്നോളജി വളർന്നുപോയി എന്ന് പറയുന്നത്. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കാനേ വെക്കുന്നുള്ളൂ. എത്രയോ 1000 വർഷക്കണക്കിന് നമ്മൾ താമസിച്ചിരുന്നത് പല രീതിയിൽ. അതിന് പഴക്കമുണ്ട്. 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനപ്പന്മാർ എത്ര തലമുറ മാറി വന്നെന്ന് നമുക്കേ അറിഞ്ഞുകൂടാ. അവരെല്ലാം എന്ത് രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ വേറെ ഒരു 30-40 വർഷം കൊണ്ട് നമ്മൾ ഇന്ന് എന്തോ ഒരു ലോകത്ത് വരണം പോലെയാണ് ഇന്ന് കാണിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് ദോഷമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം എല്ലാം ശരിക്കും പറഞ്ഞാൽ ദോഷമാണ്. പഴയ കാലം പോലെയല്ല. ഇന്ന് ദോഷമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവരാരും നന്മ പറഞ്ഞു തരില്ല. നന്മ എന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മളെ തന്തയും തള്ളയും നമ്മളെടുത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ദയവുചെയ്ത് ഇനി ഞാൻ ഈ പറഞ്ഞ ഒരുപാട് വീഡിയോ നീണ്ടു ഒറ്റമൂലി മരുന്നിനെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇന്ന് ഞാൻ വന്നത് എന്താ പറയുക, കറുത്ത പാടുന്ന മരുന്ന് അത് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നാട്ടിൻപുറത്തുള്ളവർക്കടുത്ത് ചോദിക്കുക, ഈ മുള്ളു മുറുക്കന് ചോദിക്കുക. അത് നാട്ടിൻപുറത്തുള്ളവർക്ക് മിക്കവാറും ഉള്ളവർക്ക് അറിയാം. ആയുർവേദ കടയിലും കിട്ടും. ആയുർവേദ കടയിൽ ഓർഡർ ചെയ്താൽ ആരെങ്കിലും മരുന്നെടുപ്പുകാരും ഉണ്ടാവും. അവർ നിങ്ങൾക്ക് നേരിട്ട് മുള്ളുമുറുക്കിൻ്റെ ഇല കൊണ്ട് തരും. മുള്ളുമുറുക്കിൻ്റെ ഇലയെടുത്ത് നീരെടുക്കണം, അതിൻ്റെ ചാരെടുക്കണം. മുള്ളുമുറുക്കിൻ്റെ ഇലയെടുത്ത് ചാരെടുക്കണം. ചാരെടുത്തിട്ട് നല്ലവണ്ണം മുള്ളുമുറുക്കിൻ്റെ ചാറ് എടുക്കുക. അതിൽ സകല ഉപ്പ് കൂടെ ചേർക്കുക. മുറുക്കിൻ്റെ ഇലയും സകല ഉപ്പും അതിനുള്ള കണക്ക്. ഉപ്പെന്ന് പറയുന്നത് നമ്മൾ തൊട്ട കക്കിരത്
നമ്മൾ തൊട്ട് നാക്കിൽ വയ്ക്കുമ്പോൾ അത് ഒന്നും വിഷാംശമല്ല, നമുക്ക് മുള്ളുമുറുക്ക് ഔഷധമാണ്, മരുന്നാണ്. അത് മാത്രമല്ല നല്ല ഗുണമുള്ള സാധനമാണ്. അത് നമ്മൾ കഴിക്കാം. നമ്മൾ ചേർക്കുന്നത് ഒരുപാട് കക്കരുത്. അതായത് കണക്കിനുള്ള ഉപ്പ്, നമ്മൾ ഭക്ഷണത്തിന് ചേർക്കും കണക്കിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ ഈ പാടുള്ള സ്ഥലങ്ങളിൽ ഈ ചൊരി ഇതിലൊക്കെ ഉണ്ടായി വരണ പറ്റുണ്ടായി ഇങ്ങനെയുള്ള പാടുകൾ, കരുമ്പാട്, ഈ വെട്ടുകായത്തിന് ഇട്ടാൽ അത് മാറത്തില്ല. ഈ ചൊരി ചിറങ്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റും നല്ല പൂർണ്ണമായി മാറിക്കിട്ടും. നല്ല ഇത് നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കി. ഇതൊക്കെയാണ് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരില്ല. നമ്മൾ ഈ കുടുംബ പാരമ്പര്യത്തിൽ കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒരുപാടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് ടക്കടക്കണ വരും. നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ സിറ്റിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങാടി കടയിൽ പറഞ്ഞിരുന്നാൽ മതി. ഈ ആയുർവേദ അങ്ങാടി കടയുണ്ട്, അവിടെ മരുന്ന് എടുക്കുന്നവർ കാണാം. അവരെടുത്ത് ഈ പറഞ്ഞ കണക്കിന് ഇതിൻ്റെ ഇതിൻ്റെ പേര് മുള്ളുമുറുക്ക് പറഞ്ഞ കണക്കിന് അതിൻ്റെ പേരാണ് മറന്നു പോകുന്നത്. മുള്ളുമുറുക്കിന് പറഞ്ഞിട്ടുണ്ടാകും. മുള്ളുമുറുക്കിൻ്റെ ഇല നിങ്ങളൊന്ന് മുള്ളുമുറുക്കിൻ്റെ ഇല കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ മതി. അവർക്ക് എന്തെങ്കിലും പൈസ ഉള്ളത് ചെറിയ പൈസ കൊടുത്താൽ അവർ കൊടുക്കും, തന്നേക്കും. അപ്പോൾ അവർ അങ്ങാടി കടക്കാർ അവർ വാങ്ങിച്ചു വെച്ചിരിക്കും. അവർ ഈ അങ്ങാടി എടുക്കുന്നവർ എടുത്തുനിന്ന് അവർ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പറഞ്ഞ് അവർ എന്ന് ചെല്ലാൻ പറയണം, അന്ന് ചെന്നാൽ അവർ മരുന്ന് നിങ്ങൾക്ക് കിട്ടും. മുള്ളുമുറുക്കിൻ്റെ ഇല ഇതാണ് നിങ്ങൾ പറയേണ്ടത്, അത് കിട്ടും. ആ മരുന്ന് എടുത്ത് നിങ്ങൾ നല്ല മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരയ്ക്കണം. ഒന്ന് അരയ്ക്കുകയോ അമ്മിയിൽ വെച്ച് അരയ്ക്കണതാണ് നല്ലത്. അരച്ച് നീരെടുക്കണം അതിൻ്റെ. അതല്ലെങ്കിൽ ഇത്തിരി മിക്സിയിലിട്ട് അരച്ചാലും മതി. അതിന് നീരെടുക്കണം. നല്ല രീതിയിൽ അരച്ച നീര് കിട്ടും. ശകലം തികയാതെ വരുമ്പോൾ ശകലം കൂടെ പച്ചവെള്ളം ഒഴിച്ച് നല്ലവണ്ണം അടിച്ച് എടുത്താൽ മതി. അപ്പോൾ നീര് കിട്ടും. അതിൻ്റെ നീരും കുറച്ച് നീര് മതി കേട്ടോ. അതിൻ്റെ നീരും ഈ പറയുന്ന ഉപ്പും കൂടെ ചേർത്ത് അതിൻ്റെ പേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. കുറച്ച് കിട്ടുന്നത് എടുത്ത് വെച്ചിരിക്കുക. അത് പിന്നെ വീണ്ടും ഉപയോഗിക്കുക. അത് നിങ്ങളിപ്പോൾ ഫ്രിഡ്ജുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ചീത്തയാവാതിരിക്കുക. നിങ്ങൾ ഈ കിട്ടുന്നതിന് മൊത്തത്തിലെടുത്ത് നിങ്ങൾ ഇതുപോലെ പാകം ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയും ഉപ്പും കൂടെ, അല്ലെങ്കിൽ ഇല നല്ല മഷി പോലെ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത പേസ്റ്റും ഈ ഉപ്പും കൂടെ ചേർത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത് രണ്ടും കൂടെ പേസ്റ്റാക്കി എടുത്താൽ മതി. രണ്ടും കൂടെ ചേർത്ത് പേസ്റ്റാക്കുക. നിങ്ങൾ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പേസ്റ്റായിക്കോളും. അത് കണക്കിന് ഇട്ടെടുത്താൽ മതി. എടുത്തിട്ട് ഈ പേസ്റ്റ് എടുത്ത് പിന്നെ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നീരെടുക്കാൻ ഉണ്ടെങ്കിലെങ്കിൽ പേസ്റ്റായിട്ട് അരയ്ക്കുക. ഇതിൻ്റെ നീര് മാത്രം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഇലയുടെ നീര് മാത്രം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് നീര് മാത്രം എടുക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം അതിൻ്റെ സമയം കഴിയും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നീര് വരില്ല. അപ്പോൾ ഈ ഇല നല്ലവണ്ണം മഷി പോലെ അരയ്ക്കുക. ഇലയും ഇത്തിപ്പൂരം ഉപ്പും കൂടെ മഷി പോലെ അരയ്ക്കുക. നീര് വരത്തില്ല. പിന്നെ നല്ല മഷി പോലെ അരച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൂക്ഷിക്കുക. ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഈ എടുത്ത് അതിൻ്റെ പേസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ ഈ പാടുള്ള സ്ഥലത്ത് പുരട്ടിക്കൊണ്ട് വരിക. ഓരോ ദിവസവും റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഈ കമാൻഡ് ചെയ്യുക. കമാൻഡിൽ തന്നെ നിങ്ങൾ എനിക്ക് നിർദ്ദേശിക്കാം, കുഴപ്പമൊന്നുമില്ല, എന്ത് ഉള്ളതെന്നില്ല. അപ്പോൾ എത്ര റിസൾട്ട് ഉള്ളതെന്നുള്ള അവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ റിസൾട്ടില്ലാതെ ഒരു മരുന്നും ഞാൻ പറഞ്ഞു തരില്ല. വളരെ റിസൾട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പിന്നെ യൂസ് ചെയ്ത് ഇതിൻ്റെ അനുഭവം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അനുഭവം ഒരുപാട് കിട്ടും. എൻ്റെ 300 കാലത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള സംഭവമാണ് ഈ ഒറ്റമൂലി മരുന്നുകൾ കുറേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മരുന്നെടുത്ത് ഇതെല്ലാവർക്കും മിക്കവാറുള്ളവർക്ക് ഈ പാടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ പാട് മാറാൻ, പിന്നെ ഈ മോക്കുരുവൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് മോക്കുരു അങ്ങ് വന്നിരിക്കും. അതിന് വല്ല ക്രീമുകൾ ക്രീമും ഒക്കെ വാങ്ങിച്ചിട്ടത് കേട്ടോ. അതെല്ലാം കെമിക്കലാണ്. അത് ഇട വന്നുകൊണ്ടിരിക്കും. നിങ്ങളിത് പുരട്ടിയില്ലെങ്കിൽ പിന്നെ ആകെപ്പാടിതാവും. അപ്പോൾ ഇത് പുരട്ടുന്നത് കൊണ്ട് കറുപ്പ് വരും. ഈ പല ക്രീമുകൾ പുരട്ടുന്നത് കൊണ്ട് കറുപ്പ് വരും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ മാക്സിമം ഈ മുഖത്തിലേക്ക് പുരട്ടുന്നത് ഈ കെമിക്കൽ ക്രീമുകളൊന്നും വാങ്ങാതെ നാച്ചുറൽ ഉള്ള സാധനങ്ങൾ
ഈ സംഭവം. നിങ്ങൾക്ക് ഈ മുഖക്കുരു മാറാനാണ് ഈ സാധനം, ഈ പറയുന്ന ഔഷധം നല്ല ഔഷധമാണ്. മുള്ളുമുറുക്കിയുടെ ഇലയാണ്, അരച്ച് പേസ്റ്റാക്കണം. മുള്ളുമുറുക്കിൻ്റെ ഇലയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അരച്ച് പേസ്റ്റാക്കണം. പേസ്റ്റാക്കിയിട്ട് പുരട്ടി കൊടുത്താൽ മാത്രം മതി. നിങ്ങളെ എല്ലാം ഈ ചൊറി ചിറങ്ക്, ഈ പറഞ്ഞ കണക്കിന് ഈ പാട്, കറുത്ത പാടുകൾ എവിടെ ഉണ്ടെങ്കിലും പാടിന് ബെസ്റ്റാണ്. പാടിനൊപ്പം ഈ ചൊറി ചിറങ്ങും മാറും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ മുഖക്കുരുവൊക്കെ മാറും. മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും നല്ലവണ്ണം ഇത് ഗുണം അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം. നന്ദി, നമസ്കാരം.